ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 22/2/1986. മുരളി ഡേറ്റ് 12/7/2020. മുരളി സാരം: रूहानी सेवा निस्वार्थ सेवा, आत्मीय सेवा निस्वार्थ सेवनम. आज सर्व आत्माओं के विश्व कल्याणकारी बाप, ഇന്ന് സർവ ആത്മാക്കളുടെ വിശ്വകല്യാണകാരിയായ ബാബ अपने सेवादारी सेवा के साथी बच्चों को देख रहे हैं. തൻ്റെ സേവാദാരികളും സേവാ കൂട്ടുകാരുമായിരിക്കുന്ന മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. आदि से बाप दादा के साथ साथ सेवादारी बच्चे साथी बने. ആദി മുതൽ തന്നെ ബാപ്ദാദയ്ക്കൊപ്പം സേവനത്തിൻ്റെ കാര്യത്തിൽ മക്കൾ കൂട്ടുകാരായിരുന്നു. और अंत तक बाप दादा ने गुप्त रूप में और प्रत्यक्ष रूप में बच्चों को विश्व सेवा के निमित्त बनाया. അന്തിമ സമയത്തിൽ ബാപ്പ് ദാദ ഗുപ്തരൂപത്തിലും പ്രത്യക്ഷ രൂപത്തിലും മക്കളെ തന്നെ വിശ്വസേവനത്തിന് നിമിത്തരാക്കി മാറ്റി. आदि में ब्रह्मा बाप और ब्राह्मण बच्चे गुप्त रूप में सेवा के निमित्त बने. യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ ബ്രഹ്മാബാബയും ബ്രാഹ്മണ കുട്ടികളും ഗുപ്തരൂപത്തിൽ സേവനത്തിൻ്റെ നിമിത്തരായി മാറി. अभी सेवादारी बच्चे शक्ति सेना और पांडव सेना विश्व के आगे प्रत्यक्ष रूप में कार्य कर रहे हैं. ഇപ്പോൾ സേവാദാരികളായിരിക്കുന്ന മക്കൾ ശക്തി സൈന്യവും പാണ്ഡവ സൈന്യവും പ്രത്യക്ഷ രൂപത്തിൽ വിശ്വത്തിൻ്റെ മുന്നിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സേവാ കാ ഉമ്മംഗ് ഉത്സാഹ് മെജോറിറ്റി ബച്ചോ മേ അച്ഛാ ദിക്കായി ദേത്താ ഹൈ. സേവനത്തോടുള്ള ഉണർവും ഉത്സാഹവും മെജോറിറ്റി മക്കളിൽ നല്ല രീതിയിൽ കാണപ്പെടുന്നു. സേവാ കി ലഗൻ ആദി സെ രഹി ഹൈ और अंत तक रहेगी. ഈ സേവനത്തോടുള്ള ലഹരി ആദിയിലും ഉണ്ടായി, അത് അവസാനം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ബ്രാഹ്മൺ ജീവൻ ഹി സേവാ കാ ജീവൻ ഹെ. കാരണം ബാപ്ദാദ പറയാണ്, ബ്രാഹ്മണ ജീവിതം എന്നത് സേവനത്തിൻ്റെ ജീവിതമാണ്. ബ്രാഹ്മൺ ആത്മായി സേവാ കെ ബിനാ ജീ നഹി സക്തി. യഥാർത്ഥത്തിൽ ബ്രാഹ്മണ ആത്മാക്കൾക്ക് സേവനമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. മായാ സെ ജിന്ദാ രഖ്നെ കാ ശ്രേഷ്ഠ സാധൻ സേവാ ഹി ഹെ. മായയിൽ നിന്നും നിങ്ങളെ ജീവനോടെ കാത്തു സൂക്ഷിക്കുന്നത് ഈ ശ്രേഷ്ഠമായിരിക്കുന്ന സാധനയാണ് സേവനം. സേവ യോഗയുക്ത ബി ബനാത്തി ഹെ. സേവ നിങ്ങളെ യോഗയുക്തരുമാക്കി മാറ്റുന്നു. ലേക്കിൻ കൗൺസി സേവ? എന്നാൽ ബാപ്ദാദ ചോദിക്കാണ്, എങ്ങനെയുള്ള സേവനമായിരിക്കും? ഏക് ഹേ സിർഫ് മുഖ് കി സേവ, സുനാ ഹുവ സുനാനെ കി സേവ. അതിലൊന്ന് മുഖത്തിൽ കൂടി വാക്കുകളിലൂടെ ചെയ്യുന്ന സേവനം, കേൾക്കുന്ന ജ്ഞാനം മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന സേവനം. ദൂസരി ഹേ മൻ സെ മുഖ് കി സേവ. രണ്ടാമത്തത് മനസ്സുകൊണ്ട് മുഖത്തിലൂടെ ചെയ്യുന്ന സേവ. സുനേ ഹുയെ മധുർ ബോൽ ക സ്വരൂപ് ബന. മധുരമായ എന്താണോ വാക്കുകൾ കേട്ടത് അതിൻ്റെ സ്വരൂപമായി തീരുക. സ്വരൂപ് സേ സേവ നിസ്വാർത്ഥ സേവ. ആ സ്വരൂപത്തിലൂടെ ഉണ്ടാകുന്ന സേവനം നിസ്വാർത്ഥമായ സേവനം. ത്യാഗ് തപസ്യ സ്വരൂപ് സേ സേവ. നിങ്ങളുടെ ത്യാഗ തപസ്സിൻ്റെ സ്വരൂപത്തിലൂടെ നടക്കുന്ന സേവനം. ഹദ്കി കാമനാവോ സെ പരെ നിഷ്കാം സേവ. പരിധികളുള്ള കാമനകളിൽ നിന്നും വേറിട്ട് ഉപരിയായിട്ടുള്ള നിഷ്കാമ സേവനം. ഇസ്കോ കഹാ ജാത്ത ഈശ്വരീയ സേവ, റുഹാനി സേവ. ബാപ്ദാദ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇതിനെ തന്നെയാണ് ആത്മീയ സേവനം അഥവാ ഈശ്വരീയ സേവനം എന്ന് പറയുക. जो सिर्फ मुख की सेवा है उसको कहते हैं सिर्फ स्वयं को खुश करने की सेवा. ഏതാണോ നമ്മൾ കേവലം വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന സേവനം
അത് കേവലം സ്വയമിനെ സന്തുഷ്ടപ്പെടുത്തുവാനുള്ള സേവയാണ്. सर्व को खुश करने की सेवा मन और मुख की साथ साथ होती है. എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനുള്ള സേവനം മനസ്സും മുഖത്തോടൊപ്പം നടക്കുന്ന സേവനമാണ്. मन से अर्थात मन मनाबो स्थिति से मुख की सेवा. മനസ്സുകൊണ്ട് ചെയ്യുന്ന സേവ, അതായത് മന്മനാഭവ സ്ഥിതിയിലിരുന്നു കൊണ്ട് വാക്കുകൾ കൊണ്ടുള്ള സേവനം. बाप दादा आज अपने राइट हैंड सेवादारी और लेफ्ट हैंड सेवादारी दोनों को देख रहे थे. ഇന്ന് ബാബ്ദാദ തൻ്റെ റൈറ്റ് ഹാൻഡ് സേവാധാരികളും അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സേവാധാരികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സേവാധാരി ദോനോ ഹി, ഇടങ്കൈയാണെങ്കിലും വലങ്കൈകളാണെങ്കിലും ബാബ്ദാദ പറയണ രണ്ടുപേരും രണ്ട് വിധത്തിലുള്ള മക്കളും എൻ്റെ സേവാധാരികൾ തന്നെയാണ്. ലേക്കിൻ റൈറ്റ് ഓർ ലെഫ്റ്റ് മേ അന്തർ തോ ഹേന. എന്നിരുന്നാലും റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും അന്തരം ഉണ്ടാകുന്നില്ലേ? റൈറ്റ് ഹാൻഡ് സദാ നിഷ്കാം സേവാധാരി ഹെ. റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന കുട്ടികൾ സദാ നിഷ്കാമ സേവാധാരികളായിരിക്കും. लेफ्ट हैंड कोई ना कोई हद की इस जन्म के लिए सेवा का फल खाने की इच्छा से सेवा के निमित्त बनते. ലെഫ്റ്റ് ഹാൻഡ് സേവാധാരിയായിരിക്കുന്ന മക്കൾ ചെറിയ തോതിലെങ്കിലും അല്പകാലത്തിലേക്ക് ഈ ജന്മത്തിൽ തന്നെ സേവനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതിനായി സേവയ്ക്ക് നിമിത്തമായവരായിരിക്കും. वो गुप्त सेवादारी നാംദാരി സേവാധാരി. റൈറ്റ് ഹാൻഡ് സേവാധാരികൾ ഗുപ്ത സേവാധാരി, എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സേവാധാരികൾ പേരും പ്രശസ്തിയും നേടാനുള്ള സേവാധാരി. അബി അബി സേവാ കി അബി അബി നാം ഹുവ ബഹുത് അച്ഛ ബഹുത് അച്ഛ. നാമധാരി സേവാധാരി എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ തന്നെ സേവനം ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ പേരും പെരുമയും നേടിയെടുക്കുന്നവരുമാകും. അതായത് എല്ലാവരും അവരുടെ പ്രതി വളരെ നല്ലത് എന്ന് പറയിപ്പിക്കുന്നവരായിരിക്കും. ലേക്കിൻ അബി കിയ അബി കായ. എന്നാൽ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ തന്നെ കർമ്മം ചെയ്തു, അതിൻ്റെ ഫലം അപ്പോൾ തന്നെ കഴിച്ചു തീർക്കുകയും ചെയ്യും. ജമാക്ക കാത്താനഹി. അവരിൽ ഒരു സമ്പാദ്യവും ഉണ്ടാവുകയില്ല, ശേഖരണം സ്വരൂപിക്കലൊന്നും ഉണ്ടാവുകയില്ല. ഗുപ്ത സേവാധാരി അർത്ഥാത് നിഷ്കാം സേവാധാരി. ഗുപ്ത സേവാധാരി എന്ന് പറയുമ്പോൾ അവർ നിഷ്കാമ സേവാധാരികളാണ്. तो एक है निष्काम सेवादारी और दूसरा है നാംദാരി സേവാധാരി. അപ്പോൾ രണ്ട് പ്രകാരത്തിലുള്ള സേവാധാരി കുട്ടികളാണ്. ഒന്ന് റൈറ്റ് ഹാൻഡ് സേവാധാരി നിഷ്കാമ സേവാധാരികളും മറ്റൊന്ന് നാമധാരി പേരിന് വേണ്ടി നിമിത്തമായ സേവാധാരി. तो गुप्त सेवादारी का चाहे वर्तमान समय नाम गुप्त रहता भी है. ഗുപ്തമായ സേവാധാരികളുടെ ഈ വർത്തമാന സമയത്തിൽ അവരുടെ പേരെല്ലാം തന്നെ ഗുപ്തമായിരിക്കും. ലേക്കിൻ ഗുപ്ത സേവാധാരി സഫലതാ കി ഖുഷി മേ സദാ ഭർപൂർ रहता. എന്നിരുന്നാലും ഗുപ്ത സേവാധാരികൾ സഫലതയുടെ സന്തോഷത്താൽ സദാ നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കും. कई बच्चों को संकल्प आता है कि हम करते भी है लेकिन नाम नहीं होता. ചില കുട്ടികളുടെ സങ്കല്പത്തിൽ വരാറുണ്ട്, നമ്മൾ ഇത്രയൊക്കെ സേവനം ചെയ്തിട്ടും നമ്മുടെ ആരും തന്നെ പേര് പോലും പറയാറില്ലല്ലോ. जो बाहर से नामदारी बन सेवा का शो दिखाते. എന്നാൽ ആരാണോ ബാഹ്യരൂപത്തിൽ നാമധാരിയായി സേവനത്തിൽ ഷോ കാണിക്കുന്നത്, ഉൻകാ നാം ജ്യാദാ ഹോത്ത. അവരുടെ പേരാണ് കാണപ്പെടുന്നതും അതോ പറയപ്പെടുന്നതും. ലേക്കിൻ ഐസേ നഹി ഹെ ജോ നിഷ്കാം അവിനാശി നാം കമാനെ വാലെ. എന്നാൽ ആരാണോ നിഷ്കാമ അവിനാശി പേര് സമ്പാദിക്കുന്നത്, ഉൻകെ ദിൽ കാ ആവാസ് ദിൽ തക് പहुंचता है.
അവരുടെ മനസ്സിൻ്റെ ശബ്ദം മനസ്സ് വരെയാണ് തട്ടുന്നത്. ചിപ്പാ ഹുവാ നഹി റഹ് സക്ത. അത്തരത്തിലുള്ള സേവാദാരികൾ ഒരിക്കലും എവിടെയും മറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ഉസ്കി സൂറത്ത് മേ മൂറത്ത് മേ സച്ചേ സേവാദാരിക്ക് ഝലക്ക് അവശ്യ ദിക്കായി ദേത്ത. അവരുടെ മുഖത്തിലും അവരുടെ സ്വരൂപത്തിലും സത്യസേവാധാരിയുടെ ആ ഒരു തിളക്കം കാണപ്പെടും. അഗർ കൊയ് നാംദാരി യഹാ നാം കമാ ലിയാ തോ ആगे के लिए किया और काया और खत्म कर दिया ഭവിഷ്യ ശ്രേഷ്ഠ നഹി അവിനാശി നഹി. ഒരു പക്ഷേ പേര് സമ്പാദിക്കുവാനുള്ള ആ ഒരു കാമനയോട് നിമിത്തമായിരിക്കുന്ന നാമധാരി സേവാധാരികൾ അവർ കർമ്മം ചെയ്തു, സേവനം ചെയ്തു, അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടായി. അതോടെ തന്നെ ചെയ്ത സേവനത്തിൻ്റെ ഫലം അവിടെ കഴിക്കുകയാണ് ചെയ്തത്. ഒന്നും തന്നെ അവർക്ക് കൂട്ടി വയ്ക്കാനോ സമ്പാദിച്ചു വയ്ക്കാനോ സാധിക്കില്ല. അതവിടെ തന്നെ നഷ്ടപ്പെടുന്നു. അവരുടെ ഭാവി ശ്രേഷ്ഠമാവുകയോ അവിനാശിയാവുകയോ ചെയ്യുന്നില്ല. इसलिए बाप दादा के पास सभी सेवादारियों का पूरा रिकॉर्ड है. അതുകൊണ്ട് ബാബ്ദാദ പറയുകയാണ്, എല്ലാവിധ സേവാദാരികളുടെയും എല്ലാ റെക്കോർഡ്സ് ബാബയുടെ അരികിലുണ്ട്. സേവാ കർത്തേ ചലോ നാം ഹോ യെ സങ്കൽപ്പ് നഹി കറോ. ബാബ പറയണ, നിങ്ങൾ സേവനം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുക. എനിക്ക് പേരുണ്ടോ പ്രശസ്തി ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. അത് സങ്കല്പത്തിൽ പോലും വരരുത്. ജമാ ഹോ യെ സോച്ചോ. ഞാൻ ചെയ്ത സേവനത്തിൻ്റെ ആ ഒരു സമ്പാദ്യം എന്നിൽ ശേഖരിക്കപ്പെട്ടുവോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിനാശി ഫൽക്ക് അധികാരി ബനു. അവിനാശി സമ്പത്തിൻ്റെ അതോ ഫലത്തിൻ്റെ അധികാരികളാകൂ. അവിനാശി വർഷേക്കേലി ആയേഹോ. അവിനാശി സ്വത്ത് നേടുവാനാണ് വന്നിരിക്കുന്നത്. अच्छा सदा विश्व कल्याणकारी बन. सदा विश्व कल्याणकारियाई विश्व सेवा के निमित्त सच्चे सेवादारी ശ്രേഷ്ഠാത്മായി വിശ്വസേവനത്തിനായി നിമിത്തരായ സത്യ സേവാധാരിയും ശ്രേഷ്ഠ ആത്മാക്കൾക്ക് सदा सफलता के जन्मसिद्ध अधिकार को प्राप्त करने वाले विशेष आत्माएं സദാ സഫലതയെ ജന്മസിദ്ധ അധികാരത്തിൻ്റെ രൂപത്തിൽ പ്രാപ്തമാക്കുന്ന വിശേഷ ആത്മാക്കൾക്ക് സദാ സ്വകെ സ്വരൂപ ദ്വാര സദാ സ്വയമിൻ്റെ സ്വരൂപത്തിൽ കൂടി സർവ്വകോ സ്വരൂപ് കി സ്മൃതി ദിലാനെ വാലി സമീപാത്മായി സർവർക്കും അവരുടെ സ്വരൂപത്തിൻ്റെ സ്മൃതി ഉണർത്തുന്ന സമീപ ആത്മാക്കൾക്ക് सदा बेहद के निष्काम सेवादारी बन उड़ती कला में उड़ने वाले सदा പരിധിയില്ലാത്ത നിഷ്കാമ സേവാധാരിയായി പറക്കുന്ന കലയിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് ഡബിൾ ലൈറ്റ് ബച്ചോ കോ ബാപ് ദാദാ കാ യാദ് പ്യാർ ഔർ നമസ്തേ. ഡബിൾ ലൈറ്റ് ആയിരിക്കുന്ന മക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. वरदान. अपने फरिश्ते रूप द्वारा गति सद्गति का प्रसाद बांटने वाले തൻ്റെ ഫരിസ്ത സ്വരൂപത്തിലൂടെ ഗതി സദ്ഗതിയുടെ പ്രസാദം വിതരണം ചെയ്യുന്ന മാസ്റ്റർ ഗതി സദ്ഗതി ദാതാഭവ്. മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭവിക്കൂ. വിശദീകരണം. वर्तमान समय विश्व के अनेक आत्माएं परिस्थितियों के वश चिल्ला रही है. വർത്തമാന സമയം വിശ്വത്തിലുള്ള അനേക ആത്മാക്കൾ പരിതസ്ഥിതികൾക്കിടയിൽപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. കൊയ് മഹങ്കായി സെ, കൊയ് ഭൂക്ക് സെ, കൊയ് തൻ കെ രോഗ് സെ. ചിലർ വിലകൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണത്താലും ചിലർ പട്ടിണിയുടെ കാരണത്താലും ചിലർ ശാരീരികമായിരിക്കുന്ന രോഗങ്ങൾ പിടിപെട്ടതിൻ്റെ കാരണത്താലും കൊയ് മൻ കി അശാന്തി സെ, ഇനി ചിലർ മനസ്സിൻ്റെ അശാന്തിയാലും
सबकी നസർ ടവർ ഓഫ് പീസ് की तरफ जा रही है. ദുഃഖിതരായ അശാന്തരായിരിക്കുന്ന ആത്മാക്കൾ അവരുടെ ദൃഷ്ടി ശാന്തിയുടെ ഗോപുരത്തിലേക്കാണ്. सब देख रहे हैं ആഹാകാർ के बाद जय जयकार कब होती है. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഈ നിലവിളികൾക്ക് ശേഷം എപ്പോഴാണ് ഒരു ജയഘോഷം ഉണ്ടാവുക. तो जब अपने साकारी फरिश्ते रूप, അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ തന്നെ സാകാരത്തിൽ ഫരിസ്ത സ്വരൂപം, तो अब अपने साकारी फरिश्ते रूप द्वारा विश्व के दुख को दूर कर, ഇപ്പോൾ നിങ്ങളുടെ സാകാരി ഫരിസ്ത സ്വരൂപത്തിലൂടെ വിശ്വത്തിലെ ദുഃഖത്തെ അകറ്റുന്നവരാകൂ. मास्टर गति सदगति दाता बन भक्तों को गति और सदगति का प्रसाद बांटो. മാസ്റ്റർ സദ്ഗതി ദാതാവായി ഭക്തർക്ക് ഗതി സദ്ഗതിയുടെ പ്രസാദം വിതരണം ചെയ്യൂ. സ്ലോഗൻ आप हिम्मत का एक कदम बढ़ाओ तो बाप मदद के 1000 कदम बढ़ाएंगे. നിങ്ങൾ ധൈര്യത്തിൻ്റെ ഒരു കാൽച്ചുവട് വയ്ക്കുകയാണെങ്കിൽ ബാബ സഹയോഗത്തിൻ്റെ 1000 മടങ്ങ് ചുവടുകൾ വയ്ക്കും. അച്ഛ, ഓം ശാന്തി.